നിങ്ങൾക്ക് ശരിക്കുള്ള 10ാം ക്ലാസ് പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്താ ചോദിച്ചാൽ ഞാൻ പറയും, പകരം കൺസിസ്റ്റൻസിയാണ് മക്കളെ പ്രധാനമായി. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി 10 പകുതിയോ മുക്കാലോ എന്തായിക്കോട്ടെ, നിങ്ങൾ 10ലാണ് ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് നല്ല വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 മിനിറ്റ് മുന്നേ പോലും ഞാൻ അതിനെ മുന്നിരിക്കുകയാണ്. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം 2:48. ഇനി വെറും 12 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ SLCൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങും. ഞാനിപ്പം അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ മുന്നുള്ള കുറച്ച് എനിക്കിപ്പോൾ തോന്നുന്ന കറൻ്റ്ലി ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഒന്ന് പറയാൻ വിചാരിച്ച്. കാര്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് എങ്ങനെയാലും എനിക്ക് ഫുൾ A+ കിട്ടില്ല. 8 A+ മോൾക്ക് എന്തായാലും കിട്ടില്ല. കാരണം 2 സബ്ജക്റ്റ് ഞാൻ അത്യാവശ്യം ടഫ് ചെയ്നി എനിക്ക്, ബിക്കോസ് പഠിച്ചിട്ടില്ല തന്നെയാണ്. പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാഞ്ഞുകൊണ്ട് മാത്സും വളരെ ടഫ് ചെയ്നി, ഫുള്ള് പഠിക്കാത്തതുകൊണ്ട് സോഷ്യലും നല്ല ടഫ് ചെയ്നി. അപ്പം അങ്ങനെയുള്ള 2 സബ്ജക്റ്റ് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഇപ്പം ലാംഗ്വേജാണ് കാര്യമായിട്ട് പ്രതീക്ഷ ഉള്ളത്. കിട്ടുമേക്കും വിചാരിക്കണ്. നിങ്ങളെ എൻ്റെ എന്താ പറയുക, എനിക്ക് കാര്യമായിട്ട് എന്താ പറയാമെന്നറിയില്ല. കുറച്ചുകൂടി എക്സാംസിനെ പറ്റി നമ്മൾ അവെയർ ആവണം എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. ആഫ്റ്റർ സം ടൈം, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം +1 അഡ്മിഷൻ കിട്ടണമെങ്കിലൊക്കെ ഈ ഒരു മാർക്സിൻ്റെ ബേസിൽ തന്നെ ആവും. ബിക്കോസ് മാർക്കുള്ളവർ പഠിച്ചാൽ മതി എന്നുള്ളൊരു മട്ടാണ്. പോരാത്തതിന് ഇപ്പം A+ൻ്റെ എണ്ണമൊക്കെ കുറച്ചതുകൊണ്ടും ഈ ഒരു പ്രാവശ്യം ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് നല്ല വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ ഉണ്ടാവും. ഓല് അപേക്ഷിക്കണ ഏത് കോഴ്സാണോ ആ കോഴ്സ് അങ്ങനത്തെ കുട്ടിയൊക്കെ കിട്ടിയിട്ടേ ഇനി A+ ഉള്ള എണ്ണം കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ബിക്കോസ് ഓലാണ് പഠിച്ച് വാങ്ങിയ കുട്ടികൾ. സോ ഗിവ് ദം പ്രയോറിറ്റി ഫസ്റ്റ്. അങ്ങനെ ഇക്കാരം. അപ്പം പഠിച്ചോളിയ കുട്ടികൾ, എനിക്ക് അതേ പറയാനുള്ളൂ. നമ്മളിങ്ങനെ എനിക്ക് ഇന്ന് വരെ എനിക്ക് ഇന്നാണ് റിസൾട്ട് എന്നുള്ള ബോധം പോലെ ഒന്ന് നീച്ചപ്പല്ല. ഇനി പേർക്കാരിങ്ങനെ പറഞ്ഞവല്ലോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിന്നെ ഇങ്ങനെ ഓർമ്മയായി തുടങ്ങിയത്. അപ്പോഴൊന്നും എനിക്ക് വല്ലാതൊരു സുഖമില്ല, വലിയൊരു ഇതൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 മിനിറ്റ് മുന്നേ പോലും ഞാൻ അതിനെ മുന്നിരിക്കുകയാണ്. എന്നാലും എൻ്റെ ഒരു മനക്കെട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിങ്ങളെ. അതൊക്കെ എനിക്ക് തന്നെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറയണത്, ഓ ദിൽഷയ്ക്ക് 8A+ ഒക്കെ ഉണ്ടാവില്ലേ, ഇത് പട്ടുമല്ലേ, ഇത് ഫുൾ A+ തന്നെ ആവും. ഓലൊക്കെ അങ്ങനെ ഉറപ്പിച്ച്. അതിനെത്താ ഞാൻ ഇവര് ചിലപ്പോൾ മുന്നിൽ ഞാൻ പഠിക്കണ മുമ്പിൽ കാണുന്നുണ്ടാവുക. ഇവര് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കിട്ടണ നേരം ഞാൻ പഠിക്കണില്ല എന്ന് ഓൽക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഒരാളെ മുന്നിൽ നിന്ന് വേറൊരാൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തെറ്റിദ്ധരിക്കുക ആൾ നല്ല പഠിക്കണ ആളാണെന്നാണ്. അതേപോലെ എല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ ചോദിച്ചാൽ, എല്ലാവരും പറയണ എല്ലാവർക്കും കഷ്ടപ്പെട്ടാൽ കിട്ടും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ് ആൻഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. ഇതാലോചിച്ചാലും നമ്മൾ പഠിക്കൂല, അതാണ് പ്രശ്നം. +1 +2 അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ? നിങ്ങൾ അതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. എല്ലാവരും ഈ മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിസൾട്ട് വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങളെ പെരക്കാരെ ആ ഒരു റിയാക്ഷനൊക്കെ ആലോചിച്ച് നോക്കി, കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിസൾട്ടിൻ്റെ ഡേ മാത്രം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു മോട്ടിവേഷനാണ് എല്ലാ യൂട്യൂബ് ക്ലാസ്സിലും അല്ലെങ്കിൽ വീഡിയോസിലും ടീച്ചർമാരെല്ലാവരും തരിക. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ശരിക്കുള്ള 10ാം ക്ലാസ് പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്താ ചോദിച്ചാൽ ഞാൻ പറയും, അത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞ് നിങ്ങൾ +1 +2 അഡ്മിഷൻ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂൾ കിട്ടിയില്ലെങ്കിൽ എന്തേ കാര്യങ്ങളവസ്ഥ, അതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത്. ഇനി വരുന്ന കാലങ്ങൾ, ഇനി വരുന്ന അങ്ങോട്ടുള്ള എല്ലാ ജനറേഷനും മാർക്കിനെ കൂടുതലും എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് കാരണം കൂടുതൽ വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പഠിക്കണവർക്ക് ഇനി അങ്ങോട്ട് ചാൻസസും പ്രയോറിറ്റീസും ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി. പഠിക്കണോലെ ഓടി എത്തുള്ളൂ, അല്ലാത്തവരും ഇന്ത്യമാരിങ്ങനെ നിൽക്കും. അപ്പോൾ പഠിക്കുക. ഇനി പഠിക്കണം നിങ്ങൾ തീരുമാനിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് +1 +2 ഇനി തുടർ പഠനം കഴിയും. അതിന് 10ാം ക്ലാസ് നല്ല മാർക്ക് വേണ്ടേ? ആ സ്റ്റേജിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇന്നെപ്പോലെ വന്ന് മൊയിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി 10 പകുതിയോ മുക്കാലോ എന്തായിക്കോട്ടെ, നിങ്ങൾ 10ലാണ് ഇപ്പോൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ
ഇനി അങ്ങോട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്, അതെനിക്ക് പറയണം. പഠിക്കുക. എത്ര പറഞ്ഞാലും ഇനി എനിക്ക് +1 +2 അഡ്മിഷൻ കിട്ടിയാലും ഞാൻ പഠിക്കൽ എന്നോട് ഇങ്ങനെ ആര് പറഞ്ഞാലും ഞാൻ ചെയ്യലുണ്ടാവില്ല. അത് അനുഭവത്തിൽ വരുന്നതാണ് മക്കളെ. ഒരു കാര്യം നമ്മൾ അനുഭവത്തിൽ വരാതെ നമുക്കത് മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ള ഒരു ഫാക്റ്റ്. അല്ലാണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം നമ്മളത് അനുഭവിച്ചിട്ടില്ല. നമ്മളൊരു സാധനം തിന്ന് ടേസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് പിന്നെ ഒരാളത് പറയുമ്പം എനിക്കിത് ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ അല്ല എന്നൊക്കെ പറയുള്ളൂ. അതേപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അതങ്ങോട്ട് റെഡി ആവുള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ സ്കൂൾ കിട്ടിയില്ലെങ്കിൽ സ്കൂൾ കിട്ടി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ട്രീമിലല്ല എന്തേ കാര്യങ്ങൾ പഠനം. എനിക്ക് ഹ്യൂമാനിറ്റീസിനോടും കൊമേഴ്സിനോടും തീരെ താല്പര്യമില്ല. കാരണം ഹ്യൂമാനിറ്റീസ് ഫുൾ ഓഫ് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്, പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാത്സ് ആണ് കൊമേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് എനിക്ക് മാത്സിൽ പ്രതീക്ഷ ഇല്ലാത്തത്. സോഷ്യൽ സയൻസ് തീരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടുമാണ് അതിലും മാർക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ SSLCയിൽ തന്നെ രണ്ടും പോകുമെന്ന് ഉറപ്പിച്ചൊരു കുട്ടി എങ്ങനെ ഈ 2 സ്ട്രീം എടുക്കും? പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ്ഡായിട്ട് പഠിക്കുക, കുറച്ചീച്ച. അതിനിപ്പം ഇരുന്ന് എങ്ങനെ പഠിച്ചാലും അത് അങ്ങനെ നോക്കുക എന്നുള്ളൊരിതാണ്. മനസ്സിലായി അറിയില്ല, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയണത്. ഞാനില്ല ഇപ്പം എനിക്ക് ഇങ്ങനെ ബേജാറായി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സമയം 2:56. ഇനി വെറും 4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അള്ളാഹ് പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചോളി, ഇല്ലെങ്കിൽ പോയത് തന്നെ. പിന്നെ എനിക്കൊരു താല്പര്യം ഇപ്പം സയൻസ് എടുക്കാനാണ്. എൻ്റെ ഒരു 4-5 A+ കൊണ്ട് 4-5 ഉണ്ടാവില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വാല്യുവേഷൻ ടഫാക്കിയാണ്, ലിബറൽ അല്ലാന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ബേജാറായാലും തുടങ്ങി. പോരാത്തതിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളറിയാതെ 20% ഓഫ് ക്വസ്റ്റ്യൻസ് ടഫാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് തന്നെക്കാരും തുടരാന്നൊക്കെ പറഞ്ഞാണ്. അതൊക്കെ നിങ്ങൾ നോക്കാണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും ടെൻഷനായിട്ട് പിന്നെ ഞാൻ ആലോചിക്കാണ്ടായി, ഞാൻ വിട്ടാളാ, എന്തായാലും ഞാൻ എഴുതി കഴിഞ്ഞ് എനിക്ക് അതിനനുസരിച്ച് മാർക്ക് ഉണ്ടാവുള്ളൂ. ഇതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ മറന്നാണ് പിന്നെ എനിക്ക് ഇതിനെ പറ്റിയൊരു ബോധമില്ല. അതായത് പക്ഷെ ഇപ്പം ഇങ്ങനെ ചെറിയ എന്തോ ഒരു ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു വൈകുണ്ട്. അപ്പം ഞാൻ സയൻസ് എടുക്കാനാണ് കറൻ്റ്ലി ഇപ്പോൾ തീരുമാനിച്ചത്. കാരണം മറ്റ് 2 വിഷയങ്ങൾ എടുത്തിട്ട് ഞാൻ എന്തായാലും പഠിക്കില്ല. എങ്ങനെയായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് സ്ട്രീം മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പെരക്കാരതോ കൂട്ടക്കാരതോ ചങ്ങാഴ്ചാരതോ കേട്ടെടുക്കാൻ നിൽക്കരുത്. ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എൻ്റെ കൂട്ടത്തുള്ള എല്ലാത്തിൻ്റെ അഭിപ്രായം കേട്ടിട്ടാണ് ഞങ്ങളോട് പറയണത്. അത് നിങ്ങളൊരിക്കലും ബാക്കിയുള്ള അഭിപ്രായത്തിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളാണ് പഠിക്കുന്നത്, നിങ്ങൾക്കാണ് പ്രയോറിറ്റിയും ചാൻസസും അവകാശവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റേത് 2 ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഗതികെട്ടിട്ടാണ് ഞാൻ സയൻസ് എടുക്കുന്നത്. സയൻസിലാകുമ്പോൾ ബയോളജി ഉണ്ട്. എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ബയോളജിനോട് ഇത്ര ഇൻട്രസ്റ്റ്. കാരണം അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എന്തോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. കാരണം കുറേ ആൾക്കാർക്ക് ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പുതിയ സിലബസ് ആയതുകൊണ്ട് യൂട്യൂബിലൊന്നും വലുതായിട്ട് ക്ലാസ്സസ് ഒന്നും ഇല്ല. ഇനി എല്ലാ ഓൺലൈൻ ക്ലാസ്സും നമുക്ക് മനസ്സിലായിക്കൊണ്ടൊന്നും ഇല്ല. അപ്പോൾ ചിലവിലൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാണ്ടാവും. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊക്കെ നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കപ്പം ബയോളജി അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. അതിനെക്കൊണ്ട് എനിക്ക് ബയോളജി കുറച്ച് ഇഷ്ടങ്ങളൊക്കെ തുടങ്ങി. ഞാൻ അതിന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കൽ തുടങ്ങി. കാരണം നമ്മൾ ബയോളജിനേക്കാൾ സോഷ്യൽ സയൻസാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം അതിലാണ് കൂടുതൽ കാണാപ്പാഠം പഠിക്കാനുള്ളതും ടോപ്പിക്കുകളുള്ളതും. ഒരു പേജ് എനിക്ക് പഠിച്ചെടുക്കാൻ 1/2 മണിക്കൂർ എന്തായാലും ഷുവർലി വേണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. എനിക്കറിയില്ല, ഒരു പാഠം എങ്കിലും ഞാൻ ഫുള്ളായിട്ട് SSLC പബ്ലിക്കിന് പഠിച്ചോളൂ. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ലപോലെ പഠിച്ചോളി. പെരക്കാർ പറഞ്ഞ് നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട, ഓലെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട. അതിന് മുന്നേ നിങ്ങൾ നിന്നോളി. ഞാൻ ആദ്യം പറഞ്ഞുതരാം, നിങ്ങൾ ഈ കേട്ട വർത്തമാനത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി നിങ്ങൾ മോട്ടിവേറ്റ് ആയതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ 1 മണിക്കൂർ പകരം ഒരു 5-6 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെസ്സിലിരുന്ന് പഠിക്കുക തീർക്കുക എന്നാലോചിക്കരുത്. പകരം കൺസിസ്റ്റൻസിയാണ് മക്കളെ പ്രധാനമായി. ഞാൻ വിട്ടതാണ്, നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എന്തൊരു ഹാബിറ്റ് കൊണ്ടുവരാണെങ്കിലും ആ ഒരു ഹാബിറ്റിൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒന്നാണ് കൺസിസ്റ്റൻസി.
എന്നും 1 മണിക്കൂർ പഠിക്കുക. പകരം നിങ്ങളിങ്ങനെ പൊട്ടത്തരം കാട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനടക്കം ഇങ്ങനെ ഇനി 3-4 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെസ്സിൽ ഒരു ദിവസം അങ്ങോട്ട് തീർക്കാൻ വിചാരിക്കും. എന്നിട്ട് 1 മണിക്കൂർ തന്നെ ആകുമ്പോഴത്തേക്കും മടുത്ത് ആകെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ സ്ട്രെസ്സിലല്ലാതെ കൺസിസ്റ്റൻ്റായിട്ട് കുറച്ചീച്ച പോർഷൻസ് തീർക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം കഴിയണ മാതിരിയും ടോപ്പിക്ക് വേഗം തീർന്ന് സമാധാനത്തിൽ ഇങ്ങനെ പഠിക്കണ മാതിരിയൊക്കെ തോന്നും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി നിങ്ങൾ വീണ്ടും ഡെയിലി പഠിച്ച് പിന്നെ അത് നിങ്ങളെ രാവിലെ പല്ല് തേക്കണ അറിയാതെ രാവിലെ പല്ല് തേക്കണ മാതിരി അറിയാതെ അങ്ങോട്ട് നിങ്ങളെ ജീവിതത്തിൽ ലയിച്ചങ്ങോട്ട് പോകും. അപ്പോൾ ഈ പഠിക്കാന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്ട്രെസ്സായിട്ടോ പെയിനായിട്ടോ ഒന്നും തോന്നില്ല. സോ ഇതൊരു ഹാബിറ്റാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല മക്കളെ, 3 മണിയായി. റിസൾട്ട് ഇനി എന്താവുന്ന ഒരു കഥയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമോ ഫുള്ള് കാണുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയട്ടെ, കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇഫ് ദോസ് ഹൂ keep watching this video, please study consistently for every day and make it as a daily habit. So that's all. Hey guys, assalamualaikum and finally നമ്മൾ റിസൾട്ട് വന്നു ഗൈസ്. ഏകദേശം 1.5 മാസത്തിന് ശേഷമാണ് ആ ഒരു വീഡിയോക്ക് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു കണ്ടൻറ്റ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അല്ലാതെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിങ്ങോട്ട് SLC എന്തോ മാരകമായ സംഭവമാണെന്ന് വിചാരിക്കണ്ട. അത്രയ്ക്ക് വലിയതൊന്നുമല്ല. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കഴിയും. കാരണം +1 അത്രയ്ക്ക് പോലും ഇല്ല. 10th ഇറ്റ്സ് വെരി സിമ്പിൾ വെൻ കമ്പയറിങ് ടു +1 +2. ഓക്കെ, അപ്പം എനിക്ക് ഓവറോൾ പറയാനുള്ളത് അത് ഇനി എൻ്റെ ആദ്യത്തെ വിച്ച് മീൻസ് ബിഫോർ മൈ SLC റിസൾട്ട്. ഞാൻ ഇത്രയ്ക്ക് ഈ ഒരു റിസൾട്ടിന് മുന്നേ അന്ന് രാവിലെ എണീക്കണതിന് മുന്നേ പോലും ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ വിചാരിച്ചിട്ടില്ല. ആ ഒരു മൊമെൻറ്റിൽ എന്തോ എനിക്ക് A+ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടുകാരൊക്കെ ചോദിച്ചപ്പം എന്തോ ഒരു ഇതിലിങ്ങനെ ഞാനും പിന്നെ ചിന്തിച്ച് തുടങ്ങി, എനിക്ക് A+ ഉണ്ടാവും. ഒരു 3 മണി തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ പിന്നെ ഒരു 3:30 ഇനി റിസൾട്ട് വന്നത്. ഞാൻ അന്ന് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലിനി, അതായത് ഉമ്മൻ്റെ വീട്ടിൽ. ആൻഡ് അവിടെ എല്ലാവരും ഉണ്ടായിനി. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയി. അത്രയ്ക്കും കുഴപ്പമില്ലാത്തൊരു മാർക്ക് തന്നെയാണ്. കാരണം അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചതിനേക്കാളും ഉണ്ടേനി. സോ എൻ്റെ റിസൾട്ടാണിത്. എനിക്ക് A+, ഒരു A, ഒരു B, ഒരു B+. മാത്സിൽ, സോഷ്യൽ സയൻസിൽ ഞാനിത് അന്ന് മെയ് 15 ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും എനിക്ക് എന്തായാലും എങ്ങനെ ആയാലും A+ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് സോഷ്യൽ സയൻസ് എനിക്ക് A ഗ്രേഡ് ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണത് കിട്ടിയതെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു ചാപ്റ്റർ പോലും ഫുള്ളായിട്ട് അതിൽ പഠിച്ചിട്ടില്ല. പോരാത്തതിന് പിന്നെ ഞങ്ങളെ ക്ലാസ്സിലുള്ള കുട്ടികൾ കുഴപ്പമില്ലേനി, വിച്ച് മീൻസ് പറഞ്ഞുതരും. ഇനി ടീച്ചേഴ്സും കുഴപ്പമില്ലാതെ ആ ഒരു എക്സാമിന് ഉണ്ടായിനി. അതിനോണ്ട് തന്നെ ആ ഒരു എക്സാം കുഴപ്പമില്ലാതെ പോയി. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കാരണം അതിൽ A ഗ്രേഡ് അൽഹംദുലില്ലാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, A ഗ്രേഡ് എന്ന് പറയുമ്പോൾ 60 above ആണ് ഔട്ട് ഓഫ് 80. എങ്ങനെ എനിക്കറിയില്ല. സോ അത് ഇനി സോഷ്യൽ സയൻസ്. പിന്നെ മാത്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ കിട്ടും. സത്യം പറയാമല്ലോ, എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിനി വേറൊരു ചാനലിൽ. കുറേ ചാനലുണ്ട്. അപ്പം അതിലിങ്ങനെ ഞാൻ പറഞ്ഞിനി എനിക്ക് മാത്സ് ഭയങ്കര ടഫാണ്. അതിന് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്താലും എനിക്ക് കൺഫ്യൂഷനാണ്. അതെങ്ങനെ ആക്കിയാലും ഞാൻ തല കുത്തി പറഞ്ഞാലും അത് എൻ്റെ വൈത്തര വരില്ല. അത് വേറെ വഴിക്ക് ഞാൻ വേറെ വഴിക്ക് കാരണം. പക്ഷെ എന്നാലും B+ ഉണ്ട്, B ഗ്രേഡാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി B+, B+ കുഴപ്പമില്ല. അപ്പോൾ 20 25 ഐ ഡോണ്ട് നോ. സോ അത് ഇനി നമ്മളെ മാർക്ക്. ഈ ഒരു മാർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ ചോദിക്കുന്നവരോട്, യെസ് ഐ ആം ആക്ച്വലി ആൻഡ് ഡെഫിനറ്റ്ലി ഐ ആം 100% വെരി വെരി സാറ്റിസ്ഫൈഡ്. എനിക്ക് ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം ഇനി എനിക്ക് A+ കിട്ടിയൊരു ടൈമിൽ. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് 6 A+ഉം 2 Aയും ഒരു B, ഒരു B+ വേണം. അതിൽ ഞാനല്ലോ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ SLC ഒന്നും ഒരിതുമല്ല. SLC എന്തോ ഒരു പരീക്ഷ അത് എഴുതി ഇങ്ങോട്ട് പോകുന്നത്, അങ്ങനെ ഒരു ഇതിലേനി ഞാൻ. എന്നാലും പഠിക്കണുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ എക്സാം എഴുതി പോന്നു.
അങ്ങനെ റിസൾട്ട് വന്നപ്പം 6 A+ഉം 2 A കണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് 2 A ഉണ്ട്, ഇന്ന് റിവാലുവേഷന് വെറുതെ കൊടുത്തിട്ടാലോ വിചാരിച്ച്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റിവാലുവേഷന് കൊടുക്കാം. ഐ ഡോണ്ട് കെയർ ഇഫ് ദ ഗ്രേഡ് ഈസ് ചേഞ്ച്ഡ് ഓർ നോട്ട്, ബട്ട് ഐ ജസ്റ്റ് ഗിവ് ഫോർ ദ റിവാലുവേഷൻ. അപ്പം നിങ്ങൾ പറയും പെരക്കാരെ പൈസ മുടക്കാനല്ലേ, ഒരു വിഷയത്തിന് തന്നെ 400 ഉറുപ്പ്യൊക്കെ ഇല്ലേ, അപ്പോൾ 2 വിഷയം 800 ഉറുപ്പ്യായി, പൈസ മുടക്കാൻ വെറുതെ എന്തിനാ അങ്ങനെ കാട്ടുന്നത് എന്നേ ഞാൻ ആദ്യം വിചാരിച്ച്. പിന്നെ വിചാരിച്ച് എല്ലാവർക്കും പഠിച്ചാൽ എപ്പോഴാണ് ഭാഗ്യം തരാൻ പറയാൻ പറ്റില്ല, വെറുതെ അങ്ങോട്ട് കൊടുത്തിട്ടതേ. എന്തോ ഭാഗ്യത്തിന് ഫിസിക്സും സോഷ്യൽ സയൻസുമാണ് ഞാൻ കൊടുത്തത്, 2ലും A ഗ്രേഡ് ഇനി അത് ഞാൻ കൊടുത്തു. അതിൽ ഫിസിക്സ് റിവാലുവേഷന് കൊടുത്ത റിസൾട്ട് A+ ആയി. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കൊടുത്തതാണ്. പിന്നെ ബാക്കി 2 സബ്ജക്റ്റ് ഉണ്ടായിനി, അത് കെമിസ്ട്രിയും മാത്സും ഇനി. അതിൽ പിന്നെ എനിക്ക് പ്രതീക്ഷ തീരെ ഇല്ലാത്തതുകൊണ്ടും കൊടുത്തില്ല. ഞാൻ പൈസ വെറുതെ മുടക്കണ്ടല്ലോ വെച്ച്. എൻ്റെ കൂട്ടത്ത് പഠിച്ചതും എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരുടെയും റിവാലുവേഷൻ റിസൾട്ടിൽ ഗ്രേഡ് ചേഞ്ച് ആയിട്ടില്ല. ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് അങ്ങനെ ആർക്കും ഇല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് അന്വേഷിച്ച ടൈമിൽ എനിക്ക് മനസ്സിലായി അപൂർവം കുട്ടികൾക്ക് മാത്രമാണ് റിവാലുവേഷന് അതുപോലെ റിസൾട്ട് ചേഞ്ച് ആയിട്ടുള്ളത്, വിച്ച് മീൻസ് ഗ്രേഡ് കൂടിയിട്ടുള്ളത്. ചിലവർ പറയുന്നത് ഗ്രേഡ് കുറഞ്ഞു, അതായത് A ആണെങ്കിൽ അത് B+ ആയി, അല്ലെങ്കിൽ B ആണെങ്കിൽ അത് C+, അങ്ങനെയുള്ള കുറയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. ഞാൻ ഇതുവരെ കേട്ട ഇൻഫോർമേഷൻസ് അനുസരിച്ചാണ്ട് നമ്മളിതുവരെ കുറയാന്നുള്ളൊരു സംഗതി കേട്ടില്ല. എങ്ങനെയായാലും റിവാലുവേഷന് കൂടുകയെന്നാണ് കേട്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാനൊരു കേട്ടറിവിലാണ് നിങ്ങളോട് പറയണത്, ഉള്ളതാണോ അറിയില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് അബൌട്ട് മൈ ഓൺ റിസൾട്ട് ബിക്കോസ് ഐ ഡിഡൻറ്റ് ഡിസേർവ് ദാറ്റ് മച്ച് ബ്രോ. നിങ്ങളിങ്ങനെ വിചാരിക്കും, ഞാൻ ആ വീഡിയോയിൽ തന്നെ കാര്യമായിട്ട് അതാ പറഞ്ഞത്, എനിക്ക് 4 A+ ഉണ്ടാവും എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പടു വൈബാണ്, പഠിച്ചില്ല കിട്ടിയില്ല തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഫുൾ മാർക്ക് വാങ്ങുന്ന ടൈപ്പാണ് ഇത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അച്ചാതി എന്തോ ഒരു മാതിരി അങ്ങോട്ട് കയറി പോയതാണ് സംഭവം. ഇപ്പോഴും എനിക്ക് തോന്നണേ നിങ്ങൾ ഇന്ന ആ ഒരു മൈൻഡിൽ തന്നെ അവൻ കാണുന്നുണ്ടാവുക. പക്ഷെ എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ പോലും വിചാരിക്കാതെ എൻ്റെ പേപ്പർ നോക്കുന്ന ആൾക്ക് ഇനി പിരാന്തായാണെന്നാണ് അറിയില്ല, എന്തോ ഒരു ഇതിന് ഞാൻ എക്സാമിന് നല്ല മാർക്ക് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടും കൂടിയില്ല. അതിന് വിചാരിച്ച് എനിക്ക് ഇനി പിരാന്ത വെച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കണത് തന്നെ നിർത്തി. അങ്ങനെ നിർത്തിയാണ് എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി ചിന്ത ഇല്ലാത്തതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതായത് അന്ന് May 15 എടുത്ത പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. വിച്ച് മീൻസ് അത്രയ്ക്ക് ഞാൻ കെയർലെസ് ഏനി അബൌട്ട് ദ റിസൾട്ട് ഓഫ് ദ SSLC. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കുട്ടിക്ക്, റിസൾട്ടിനെ പറ്റി തീരെ ചിന്തിക്കാത്തൊരു കുട്ടിക്ക് എങ്ങനെയാണ് ഈ പടു മൈൻഡ് ഉണ്ടാവുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എനിവേ റിസൾട്ട് വന്നു, ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിലോ, വിച്ച് മീൻസ് +1 അഡ്മിഷനെ ബേസ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ A എന്ന് പറയുന്ന ലെറ്റർ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്താലും മതി. ഞാൻ ഭയങ്കര പടൊന്നുമല്ല, എങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ B എന്ന് കമൻറ്റ് ചെയ്യുക. അതിന് നിങ്ങൾ വൈറ്റ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഇന്നെപ്പോലെ ഒരു തേങ്ങയും +1 അഡ്മിഷനെ പറ്റിയിട്ട് അറിയാത്ത ടൈപ്പ് ഓഫ് കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഐ മീൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്, നിങ്ങൾ അങ്ങനത്തെ ടൈപ്പാണെന്നല്ല ഞാൻ പറയണത്. ഇതിന് മുന്നേ എല്ലാം അറിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും കേട്ടോ, സീനിയേഴ്സിനോടും അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് വഴി ക്ലാസ് കണ്ട് അങ്ങനെ മനസ്സിലാക്കി ഇപ്പോഴേ ബോധമുള്ള കുട്ടികളുണ്ടാവും. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റുഡൻസ് ലൈക്ക് മീ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് +1 അഡ്മിഷൻ. എനിക്ക് അതിനെ പറ്റിയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തേങ്ങ അറിയില്ല. ഞാൻ +1 അഡ്മിഷൻ്റെ ഡേറ്റ്, ഈ ഒരു പ്രൊസീജിയറിനുള്ള ഒരു ഡേറ്റ് വരും, ആ ഡേറ്റ് തുടങ്ങുന്ന അന്നിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ കാണുന്നത് ഇതിനെ പറ്റിയുള്ള എന്താണ് അലോട്ട്മെൻറ്റ്, എന്താണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ്, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഇതൊക്കെ എന്ത് സാധനം എന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. ആൻഡ് യു നോ വാട്ട്, ഇതൊക്കെ ഉണ്ടോയെന്ന് വരെ ആലോചിച്ച് പോയി. കാരണം ഐ ഡിഡൻറ്റ് ഹിയർ അബൌട്ട് ദിസ് അറ്റ് ഓൾ. ഇപ്പം നമ്മളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് ഇരിക്കുകയാണ്. So guys, this is our video. Yeah, this is all about the video. So thank you for watching, and this is me, Desha. I will see you later. This is the end.